വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിലാണ് കേരളം. ഒരൊറ്റ രാത്രി കൊണ്ട് തുടച്ച നീക്കപ്പെട്ടത് മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങൾ. ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് സർക്കാർ. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും പ്രകൃതിദത്തമായ ദുരന്തങ്ങളും ഏറെയാണ്. ഇത് ആദ്യമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും മനുഷ്യജീവനുകൾ പൊലിയുന്നതും. സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ ഇത്തരം ഭീഷണി നേരിടുന്നുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ശാശ്വതമായി ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നത് തന്നെയാണ്. ISROയുടെ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ പഠനത്തിൽ രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആദ്യ 30കളിൽ തിരുവനന്തപുരവും ഉൾപ്പെട്ടിട്ടുണ്ട്. പട്ടികയിൽ തലസ്ഥാനം 28ാം സ്ഥാനത്താണ്. തലസ്ഥാനത്ത് 185 ഹെക്ടർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുവെന്നാണ് ഡിജിറ്റൽ സർവകലാശാലയും കേന്ദ്ര റബ്ബർ ബോർഡും നടത്തിയ പഠനത്തിലും കണ്ടെത്തിയത്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 17 പഞ്ചായത്തുകളാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര താലൂക്കുകളിലാണ് ഈ പ്രദേശങ്ങൾ. 2001 നവംബറിൽ 39 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരിയാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിനാണ് അന്ന് സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരം അമ്പൂരിയിലായിരുന്നു ആ ദുരന്തം. ഒരു മലയോര ഗ്രാമം ഒന്നടങ്കം ആ രാക്ഷസ ഉരുൾപൊട്ടലിൽ ഞെരിഞ്ഞമർന്നു. 6 മണി തൊട്ട് ഇടിവെട്ടോടു കൂടിയ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയതോടെ വല്ലാത്ത അവസ്ഥയായിരുന്നു അവിടെ. വെറും ഒരു മഴ മാത്രമാണെന്നായിരുന്നു നാട്ടുകാർ കരുതിയത്. എന്നാൽ അത് വളരെ വേഗത്തിൽ തന്നെ ഉഗ്രരൂപിയായി മാറി. സംഭവ ദിവസം രാത്രി 8:15 കുരിശുമലയുടെ അടിവാരത്ത് നിന്ന് അതിഭീകരമായ ശബ്ദം പരിസരവാദികൾ കേട്ടു. കുരിശുമലയുടെ അടിവാരത്തുള്ള കവലയിൽ 4ഓളം വീടുകൾ മണ്ണിനടിയിലായി. പാറയും മണ്ണും കുത്തിയൊലിച്ച് വന്നുകൊണ്ടേയിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തായി സജീവമായി ഇറങ്ങി. അടിവാരത്തെ കവലയായി പുച്ചമുക്കിലെ CD തോമസിന്റെ വിവാഹ നിശ്ചയത്തിനെത്തിയവരായിരുന്നു മരിച്ചവരിൽ ഏറെയും. ഗൃഹനാഥൻ CD തോമസ് തലനാരിഴ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു. 24 പേരാണ് തോമസിന്റെ വീട്ടിൽ നിന്ന് മാത്രം മരിച്ചത്. ഉരുൾപൊട്ടൽ കുരിശുമല, പുച്ചമുക്ക്, കുമ്പിച്ചാൽ എന്നിവിടങ്ങളെ നിലം പരിശാക്കി. ആര്യനാട്, അമ്പൂരി, കുറ്റിച്ചൽ, കള്ളിക്കാട്, കാട്ടാക്കട, കുന്നത്തുകാൽ, മലയൻകീഴ്, നന്ദിയോട്, ഒറ്റശേഖരമംഗലം, പള്ളിച്ചൽ, പാങ്ങോട്, പെരിങ്ങമല, പെരുങ്കുടവിള, തൊളിക്കോട്, വെള്ളറട, വിളപ്പിൽ, വിതുര പഞ്ചായത്തുകളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ഇതിൽ അമ്പൂരിയിലെ 3 ഹെക്ടർ പ്രദേശത്താണ് ഏറ്റവും അധികം ഭീഷണിയുള്ളത്. ആര്യനാട്ടെ 9, കുറ്റിച്ചലിലെ 0.28, കള്ളിക്കാട്ടെ 2, പെരിങ്കടവിളയിലെ 9 ഹെക്ടർ വീതം പ്രദേശങ്ങൾ ഇപ്പോഴും ഇത്തരം ഭീഷണി നേരിടുന്നുണ്ട്. വിതുരയിലെ 34, അമ്പൂരിയിലെ 30, കള്ളിക്കാട്ടെ 28 ഹെക്ടർ അടക്കം 162 ഹെക്ടർ പ്രദേശത്ത് മിതമായ ഭീഷണിയാണുള്ളത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ അടക്കം സഹായത്തോടെ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ. മഴ ശക്തമാവുന്ന സമയത്താണ് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലുകൾ ഏറെ ഉണ്ടാവുന്നത്. 23 വർഷം മുമ്പ് അമ്പൂരിയിൽ ദുരന്തമുണ്ടായത് തിമിർത്ത് പെയ്ത തുലാമഴയ്ക്കിടെയാണ്. മുൻകൂട്ടി കണ്ടെത്താനാകാത്ത ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കാൻ അപകട മേഖലയിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നത് അസാധ്യവുമാണ്. 2001 ജൂലൈ 9 ഇടുക്കി തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനിയിൽ ഉരുൾപൊട്ടിയത്. പുലർച്ചെ പെയ്ത ശക്തമായ മഴയോടൊപ്പം ഉരുൾപൊട്ടുകയായിരുന്നു. വെള്ളപ്പാച്ചിലിൽ ആദ്യം ഇടിയംപറമ്പിൽ ഭാസ്കരന്റെയും കുമാരിയുടെയും വീട് തകരുകയും ഇരുവരും മരിക്കുകയും ചെയ്തു. തുടരെ 20ഓളം ഉരുളുകളാണ് പൊട്ടിയത്. അന്ന് രാവിലെ 11 മണിയോടെ ഉണ്ടായ തുടർ ഉരുൾപൊട്ടലിൽ വീണ്ടും നാശം വിതച്ചു. 2012 ഓഗസ്റ്റ് 7 കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ പുല്ലൂരാംപാറയിൽ ഉരുൾപൊട്ടിയത്. 8 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. വാസസ്ഥലങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴയായിരുന്നു ഉരുൾപൊട്ടലിന് കാരണമായത്. 2018 ജൂൺ 14 കോഴിക്കോട് കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടുന്നത്. 14 പുലർച്ചെ ഉണ്ടാകുന്ന ദുരന്തത്തിൽ 14 പേരാണ് മരിച്ചത്. 5 വീടുകൾ പൂർണ്ണമായി നശിക്കുകയും 33 വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു. ഉരുൾപൊട്ടലിനെ തുടർന്ന് സമീപ പ്രദേശത്ത് വെള്ളപ്പൊക്കവും ഉണ്ടായി. 5ഓളം പഞ്ചായത്തുകൾ വെള്ളത്തിലാവുകയും ചെയ്തു. 7 ദിവസമാണ് രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പ്രദേശത്തെ അനധികൃതമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ക്വാറി, അശാസ്ത്രീയമായ ജലസംഭരണി എന്നിവയെല്ലാമാണ് ഇതിന് കാരണമെന്നും പിന്നീട് കണ്ടെത്തിയിരുന്നു. 2019 ഓഗസ്റ്റ് 8 മലപ്പുറത്തെ കവളപ്പാറയിൽ നടന്ന ദുരന്തം 59 പേരുടെ ജീവനുകളാണ് എടുത്തത്. ഇതിൽ 11 പേരെ കണ്ടെത്താനായിട്ടില്ല. രാത്രി 8ഓടെയാണ് ദുരന്തം ഉണ്ടാവുന്നത്. കവളപ്പാറ മുത്തപ്പൻ കുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്തെ 45 വീടുകൾ മണ്ണിനടിയിലായി.
20 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ 48 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 12 പേരുടെ മൃതദേഹം ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല. കവളപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിലടക്കം 45 വീടുകൾ നശിച്ചു. ഇതേ ദുരന്തം നടന്ന ദിവസം സമീപ പ്രദേശത്തെ പാതാറിലും നാശം സംഭവിച്ചു. അതിഭീകരമായ ഉരുൾപൊട്ടലിൽ ഈ നാട് തന്നെ അപ്രത്യക്ഷമായി. എന്നാൽ ഭാഗ്യവശാൽ ഇവിടെ ആളപായമുണ്ടായില്ല. മുത്തപ്പൻ കുന്നിലെ കവളപ്പാറ കോളനിയിലെ 32 വീടുകളടക്കം 160ഓളം കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മാറി താമസിക്കാൻ പറഞ്ഞ കുടുംബങ്ങൾക്കാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകിയത്. 2019 ഓഗസ്റ്റ് 8-നുണ്ടായ ഉരുൾപൊട്ടലിൽ പുത്തുമലയിലെയും സമീപ പ്രദേശത്തെ പച്ചക്കൊടിയിലെയും 17 പേരാണ് മരിച്ചത്. ഇതിൽ 5 പേരുടെ മൃതദേഹം ഇപ്പോഴും കാണാമറയത്താണ്. പച്ചക്കാടിലെ കുന്നിൻ മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടിയത്. ഇവരിൽ കന്നൻകാടൻ അബൂബക്കർ, പൂത്രത്തൊടിയിൽ ഹംസ, നച്ചി വീട്ടിൽ അവറാൻ, എടക്കണ്ടൻ നബീസ, എസ്റ്റേറ്റ് തൊഴിലാളി അണ്ണയ്യ എന്നിവരെ കണ്ടെത്താനായിട്ടില്ല. നിലച്ചിരിക്കാതെ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞവരെ അവസാനമായി ഒരു നോക്ക് കാണാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ ബന്ധുക്കൾക്ക് യോഗമുണ്ടായില്ല. 2020 ഓഗസ്റ്റ് 6-ന് രാത്രി 10:30-ക്കാണ് പെട്ടിമുടിക്ക് മീതെ ദുരന്തം ഉണ്ടായത്. നിമിഷ നേരം കൊണ്ട് ലയങ്ങളെല്ലാം മണ്ണിനടിയിലായി. കൂറ്റൻ പാറക്കല്ലുകളും വന്നു വീണു. ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ മിക്കവരും ഉറക്കം പിടിച്ചിരുന്നു. ക്ഷണനേരം കൊണ്ട് അവർ മണ്ണിലേക്ക് ആണ്ടുപോയി. വാർത്താവിനിമയ സംവിധാനങ്ങളുടെ കുറവ് കാരണം 10 മണിക്കൂറിന് ശേഷമാണ് ദുരന്തം പുറം ലോകം അറിഞ്ഞത്. പിന്നെ കണ്ടത് സംസ്ഥാനം സമയം വൈകിയത് കൊണ്ട് ശ്രമകരമായ രക്ഷാപ്രവർത്തനമായിരുന്നു. ദുരന്ത നിവാരണ സേനയും വിവിധ വകുപ്പുകളുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കോവിഡിനെ അവഗണിച്ച് 500-ലധികം പേർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. 19 ദിവസം നീണ്ടുനിന്ന തിരച്ചിൽ. ഓരോ ദിവസവും ഹൃദയഭേദകമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കെട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ നാട് കണ്ണീരണിഞ്ഞു. 2021 ഒക്ടോബർ 16-ന് കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൂട്ടിക്കൽ, കൊക്കയാർ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 13 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ആ ശനിയാഴ്ച പകൽ ഇടവിടാതെ മഴ പെയ്തു. സാധാരണ മഴയിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് സർവ്വശാന്തതയും കൈവിടിഞ്ഞ് സംഹാര താണ്ഡവം ആടിത്തിമിർക്കാൻ ആരംഭിച്ചു. പുലകയാർ കലിതുള്ളി ഒഴുകാൻ തുടങ്ങി. കാവാലി, പ്ലാപ്പള്ളി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി. കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പുഴയിലൂടെ കുതിച്ചെത്താൻ ആരംഭിച്ചു.